നിങ്ങളുടെ അമ്പുനായരല്ല, തമ്പുരാന്റെ വലം കൈയായിരുന്ന അമ്പുനായർ. തുടർന്ന് അവിടെ രൂക്ഷമായ ഒരു പോരാട്ടം തന്നെ നടന്നു. പടത്തളവ് നഷ്ടപ്പെട്ട കമ്പനി പട്ടാളത്തിന് നായർ പടയോട് പിടിച്ചു നിൽക്കാനായില്ല. കേട്ടുനടുങ്ങിയ പാമ്പിൻ കൂട്ടം പായുമ്പോൾ, കിരീടനാദം കേട്ടുനടുങ്ങിയ പാമ്പിൻ കൂട്ടം പായുമ്പോൾ, ആ വഴി ഈ വഴി ഓടിയൊളിച്ചു വെള്ളക്കാരുടെ പട്ടാളം, ആ വഴി ഈ വഴി ഓടിയൊളിച്ചു വെള്ളക്കാരുടെ പട്ടാളം, വെള്ളക്കാരുടെ പട്ടാളം. കൈതേരി അമ്പുനായർ തമ്പുരാന്റെ സേവകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കെട്ടിലമ്മയായ കൈതേരി മാക്കത്തിന്റെ സഹോദരിയായിരുന്നു. കൈതേരി മാക്കത്തിന്റെ സഹോദരി ഭർത്താവും തമ്പുരാൻ നാട്ടുകാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയതുമായ ഇളയം വീട്ടിൽ ചന്തുനായർ തമ്പുരാനുമായി പിണങ്ങി വെള്ളക്കാട് പക്ഷം ചേർന്നു. തമ്പുരാന്റെ ഉപ്പും ചോറും നിന്ന് കൊഴുത്തു വളർന്ന ചന്തുനായർ ചില സ്വാർത്ഥ താല്പര്യങ്ങളെ നടക്കാതെ വന്നപ്പോൾ വെള്ളക്കാരുടെ ചെരുപ്പ് നക്കിയായി മാറിയത്. സ്ഥാനവും മാനവും നേടിയെടുക്കുവാൻ മറാഠിയായി നടന്നു ചന്തു, സ്വന്തം ജനങ്ങളെ ഒറ്റിക്കൊടുക്കുവാൻ തകവും പാർത്തു നടന്നു ചന്തു. സ്ഥാനവും മാനവും നേടിയെടുക്കുവാൻ മറാഠിയായി നടന്നു ചന്തു, സ്വന്തം ജനങ്ങളെ ഒറ്റിക്കൊടുക്കുവാൻ തകവും പാർത്തു നടന്നു ചന്തു. രാജ്യദ്രോഹിയും തമ്പുരാന്റെ ശത്രുവുമായ ഇളയം വീട്ടിൽ ചന്തുനായരെ വെല്ലസ്ലി തന്റെ കരുവാക്കി മാറ്റി. വെള്ളക്കാരെ പറ്റിക്കാൻ വെള്ളക്കാരോടൊപ്പം ചേർന്ന് ചന്തുനായർ അതിനുള്ള പദ്ധതികൾ ആരംഭിച്ചു. പക്ഷേ ചന്തുനായരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പഴശ്ശിരാജാവ് ചന്തുനായരെ തുരത്തി ഓടിച്ചു. തമ്പുരാനെ ഏത് വിധേനയും പിടിച്ചുകെട്ടിയേ തീരുവെന്നുറപ്പിച്ചു. അതിനുവേണ്ടി വെള്ളക്കാരും ചന്തുനായരും നെട്ടോട്ടം ഓടുകയായിരുന്നു. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ബ്രിട്ടീഷുകാരുടെ കോട്ടയിൽ നിന്നൊരു വെടിപൊട്ടി. മൈസൂരിൽ നിന്നുള്ള വെള്ളപ്പട്ടാളക്കാർ അപ്പോൾ കോട്ടയ്ക്കുള്ളിൽ എത്തിയിരുന്നു. അവരാണ് വെടിവെക്കുന്നതെന്ന് ചന്തുനായരും മേജറും ഒക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വെള്ളക്കാട് വേഷത്തിലെത്തിയ തമ്പുരാന്റെ വീരഭടന്മാരായിരുന്നു. അവർ നിരവധി വെള്ളക്കാരെ വെടിവെച്ച് വീഴ്ത്തി. തമ്പുരാൻ ചതിച്ചു. ഓടിക്കൊള്ളൂ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ചന്തുനായർ കോട്ടയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ചെന്നുപെട്ടത് അമ്പുനായരുടെ മുന്നിലാണ്. ചന്തുവിനെ കണ്ടപാടെ അമ്പുനായരുടെ ചോര തിളച്ചു. എടാ നന്ദി കെട്ടവരെ, ഊട്ടി വളർത്തിയ കൈക്ക് കടിച്ച വിഷപ്പാമ്പേ, നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. നിന്നെ പോലുള്ളവർ ഈ നാടിനാപത്താണ്. അതോടെ ചന്തുനായരും അമ്പുനായരും തമ്മിൽ ഏറ്റുമുട്ടി. കീരിയും പാമ്പുമായി ഏറ്റുമുട്ടും പോലെ വീരുറ്റ പോരാട്ടമായി പിന്നെ, കീരിയും പാമ്പുമായി ഏറ്റുമുട്ടും പോലെ വീരുറ്റ പോരാട്ടമായി പിന്നെ, ആനയും സിംഹവും മല്ലടിക്കും പോലെ കോഴയും തന്ത്രതയായി പിന്നെ, ആനയും സിംഹവും മല്ലടിക്കും പോലെ കോഴയും തന്ത്രതയായി പിന്നെ, കോഴയും തന്ത്രതയായി പിന്നെ. ക്ഷേത്രത്തിൽ തായമ്പകയുടെ തരികിടമേളം, പഴശ്ശിക്കോട്ടയിൽ പടനായകന്മാരുടെ പടയോട്ടം, ക്ഷേത്രാങ്കണത്തിൽ രാജ്യദ്രോഹിയും രാജ്യസ്നേഹിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ആരവം. ഒടുവിൽ വീരകേസരിയായ അമ്പുനായർ ചതിയൻ ചന്തുവിന്റെ തലവെട്ടി താഴെയിട്ടു. ആ രാജ്യദ്രോഹിയുടെ ശവം പച്ചോലയിൽ വലിച്ചു കെട്ടി ശ്മശാനത്തിലെ കഴുകന്മാർ കരുകിവിട്ടു. ഈ സമയത്തും പഴശ്ശിക്കോട്ടയിൽ തീപാർന്ന യുദ്ധം നടക്കുകയായിരുന്നു. വെള്ളക്കാട് വേഷത്തിലെത്തിയ നാട്ടുപട്ടാളക്കാർ വെള്ളക്കാരെ ഒന്നടങ്കം ചുട്ടുകൊന്നു. ഇടച്ചേന കുങ്കൻ നായരുടെ നേതൃത്വത്തിലുള്ള നാട്ടുപട്ടാളക്കാർ പഴശ്ശിക്കോട്ട വീണ്ടെടുത്തു. കോട്ടയ്ക്കു മീതയായി തമ്പുരാൻ തൻ വിജയ പതാക പറന്നു വീണ്ടും, കോട്ടയ്ക്കു മീതയായി തമ്പുരാൻ തൻ വിജയ പതാക പറന്നു വീണ്ടും, കോട്ടയത്തുള്ള ജനങ്ങളെല്ലാം ആനന്ദ ചിത്തരായി തീർന്നു വീണ്ടും, കോട്ടയത്തുള്ള ജനങ്ങളെല്ലാം ആനന്ദ ചിത്തരായി തീർന്നു വീണ്ടും, കോട്ടയ്ക്കു മീതയായി തമ്പുരാൻ തൻ വിജയ പതാക
അങ്ങനെ രാജ്യഭരണം വീണ്ടും തമ്പുരാന്റെ ചൊൽപ്പിടിയിലായി. നാട്ടിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അലയടികൾ. നാളുകൾ പലതും കടന്നുപോയി. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ശക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നിരുന്നു. ആധുനിക യന്ത്രത്തോക്കുകളും യുദ്ധോപകരണങ്ങളുമായി ആയിരക്കണക്കിന് പട്ടാളക്കാരെ അവർ ഇറക്കുമതി ചെയ്തു. അവർ പഴശ്ശി രാജാവിനെ വീണ്ടും വെല്ലുവിളി ഉയർത്തി. പഴശ്ശി രാജാവിനെ ഞങ്ങൾ പിടിച്ചുകെട്ടും, വെള്ളക്കാരുടെ വീര്യം ഞങ്ങൾ കാട്ടിക്കൊടുക്കും. പഴശ്ശിക്കോട്ടയുടെ മാനം കാക്കാൻ വേണ്ടി പഴശ്ശി പട്ടാളം മറയും തലയും മുറുക്കി രംഗത്ത് വന്നു. തമ്പുരാൻ സർവശക്തിയും എടുത്ത് പോരാടി. ആയിരക്കണക്കിന് പട്ടാളക്കാരെ തമ്പുരാൻ തന്റെ വാൾമുനയിലാക്കി. എന്നാൽ മഹാസമുദ്രം പോലെ പെരുകി വരുന്ന വെള്ളപ്പടയോട് ചെറുത്തു നിൽക്കാൻ തമ്പുരാന് സാധ്യമല്ലെന്ന് തോന്നി തുടങ്ങി. എത്ര നാൾ ഇനിയും ചെറുത്തു നിൽക്കാനാവും? തമ്പുരാന്റെ ഉള്ളിൽ അസ്വസ്ഥതയുടെ കൊടുങ്കാറ്റുകൾ വീശിയടിച്ചു. ഇനി അവർക്ക് എന്നെ ജീവനോടെ പിടിക്കാനാണ് ലക്ഷ്യം. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും അവർക്ക് എന്നെ ജീവനോടെ പിടിക്കാൻ സാധ്യമല്ല. കൊള്ളക്കാരാം വെള്ളക്കാരുടെ കയ്യിൽ പെട്ടു മരിക്കുകയോ, അടിമത്തത്തിൻ വിലങ്ങു ചങ്ങല അണിഞ്ഞുകൊണ്ടു മരിക്കുകയോ. കൊള്ളക്കാരാം വെള്ളക്കാരുടെ കയ്യിൽ പെട്ടു മരിക്കുകയോ, അടിമത്തത്തിൻ വിലങ്ങു ചങ്ങല അണിഞ്ഞുകൊണ്ടു മരിക്കുകയോ. ഇല്ല, ഒരിക്കലുമില്ല. കറപുരണ്ട വെള്ളക്കാരുടെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ ഹോമിക്കാൻ തയ്യാറാണ്. വെള്ളപ്പട്ടാളക്കാർ തന്നെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിമിഷങ്ങൾക്കകം താനാ ചെന്നായിക്കയുടെ കൈകൾ അകപ്പെടുമെന്ന് തമ്പുരാന് ബോധ്യമായി. തമ്പുരാന്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ കൊടുങ്കാറ്റുകൾ വീശിയടിച്ചു. തന്റെ അവസാനത്തെ ശ്രമവും വിഫലമായി എന്ന് തമ്പുരാന് ബോധ്യമായി. വൈകിയില്ല. തമ്പുരാൻ തന്റെ കൈവിരലിൽ കിടന്ന വൈരമോതിരം കടിച്ചു വിഴുങ്ങി. പെട്ടെന്നയ്യോ നിലം പതിച്ചു കേരളനാടിൻ പ്രിയപുത്രൻ. നാടിൻ മാനം സംരക്ഷിക്കാൻ സ്വയം മരിച്ചു പ്രിയപുത്രൻ. വെള്ളപ്പരീക്ഷകൾ ആർത്തിയോടെ പാഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോഴേക്കും ആ വീരപുരുഷൻ എന്നേക്കുമായി സ്വാതന്ത്ര്യം നേടിയിരുന്നു. മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ആ ധീരദേശാഭിമാനി ഈ നാടിന്റെ ഓർമ്മയായി. സ്വാതന്ത്ര്യം തന്നെയമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാ